ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചിക്കൻ കറിയുടെ അതേ ഒരു ടേസ്റ്റിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് വീട്ടിലോട്ടേക്ക് കടക്കാം. അപ്പോൾ റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു കടായി എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായ ശേഷം അതിലോട്ടേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പെരിഞ്ചീരകം, പിന്നെ 2 പട്ട, അതുപോലെ ഗ്രാമ്പു, പിന്നെ 2 ഏലക്ക, അതും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറിവേപ്പിലയും പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ടേക്ക് നമുക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ എരിവ് കൂടുതൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമാണ് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് അതിലോട്ടേക്ക് 3 മീഡിയം സൈസ് സവാള ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് അതിലോട്ടേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് അതിലോട്ടേക്ക് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും ഞാനിവിടെ എടുക്കുന്നത് 1/2 ടീസ്പൂൺ മാത്രമാണ്. എന്നിട്ട് അതിലോട്ടേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഏകദേശം 2.5 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലോട്ടേക്ക് വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ച ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലോട്ടേക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഒക്കെ ചേർക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഈ വലിയുള്ളി ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് വഴന്ന് വന്ന ശേഷം അതിലോട്ടേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളിയുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്ന ശേഷം അതിലോട്ടേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ അതിലുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 വിസിൽ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. നമ്മൾ ഗ്രീൻ പീസ് ചേർക്കുമ്പോൾ മുഴുവനായിട്ട് കുക്ക് ചെയ്യാണ്ട് ഏകദേശം ഒരു 1/4 വേവ് മതി കേട്ടോ. എന്നിട്ട് ബാക്കി ഭാഗം നമ്മൾ ഈ മസാലയിൽ നിന്ന് വെന്ത് വരുന്ന വിധത്തിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനൊരു ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്ന ആ മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടെ ഒന്ന് അതിലോട്ടേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് ഗ്രേവി കുറച്ച് തിക്കായിട്ട് വരുന്നതായിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് അവസാനം നമ്മൾ ഇത് ഇറക്കാൻ നേരം അതിലോട്ടേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒരു ഗ്രീൻ പീസ് കറി റെഡിയാക്കാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ടൊന്ന് റെഡിയാക്കി നോക്കി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ഇവിടെ കുട്ടിയൊക്കെ ഹസ്ബൻഡിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ വെള്ളയപ്പം ഉണ്ടല്ലോ, ആപ്പം എന്നൊക്കെ പറയില്ല നിങ്ങൾ, അതിൻ്റെ കൂടെയോ ഇല്ലെങ്കിൽ പുട്ട്, എന്തിൻ്റെ ഒരുമിച്ച് നമുക്ക് നന്നായിട്ട് കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയേക്കണേ. ബൈ.